ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസത്തിൻ്റെ ആശംസ നേർന്നുകൊള്ളുന്നു. അതുപോലെ എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 11-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇതു ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാർന്ന ഒരു വേദഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. ഇതെന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ക്വാർട്ടറിലെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിച്ചു, അവർ എങ്ങനെ നടന്നു, അവരുടെ ആ മനോഭാവം എങ്ങനെയായിരുന്നു, ദൈവത്തോടും മോശയോടും അവർ മറുതലിക്കുകയും മത്സരിക്കുകയും ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. ആ തലമുറയിൽപ്പെട്ട എല്ലാവരെയും മരുഭൂമിയിൽ വെച്ച് തന്നെ ദൈവം സംഹരിച്ചു കളഞ്ഞു 40 വർഷങ്ങൾ കൊണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ പുതുതലമുറക്കാർ ആ പുതിയ വാഗ്ദത്ത ദേശം അവകാശമാക്കി അത് ദൈവം പറഞ്ഞതുപോലെ കൊടുത്തു എന്നും കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ അന്ത്യനാളുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതായ നാം ഓരോരുത്തരും, ആത്മീയ ഇസ്രായേൽ എന്ന് അവകാശപ്പെടുന്ന നാം ഓരോരുത്തരും തന്നെ നമ്മുടെ യാത്ര സ്വർഗീയ കനാൻ ദേശത്തേക്കാണ്. ആ നമ്മുടെ യാത്രയിൽ ഈ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം ആദ്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടാണ് നാം ഈ യാത്ര തുടരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാരണവശാലും ആ ഒരു വാഗ്ദത്ത കനാൻ ദേശം, ആ സ്വർഗീയ കനാൻ ദേശം അവകാശമാക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസിൻ്റെ 2-ാം മിഷനറി യാത്രയിൽ സ്ഥാപിച്ചതായ ഏകദേശം 1.5 വർഷത്തോളം ആ കൊരിന്തിൽ പാർത്ത് സഭ സ്ഥാപിച്ചായ ഈ സഭയിലുള്ള എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടിലും മ്ലേച്ഛമായ പ്രവൃത്തിയിലും വിഗ്രഹാരാധികളിലും അങ്ങനെ പരസംഗത്തിൽ പല കാര്യങ്ങളിലും അവർ ഏർപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അവരെ നേരായ വഴി എന്താണെന്ന് ഈ കൊരിന്ത്യ ലേഖനത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെയൊക്കെയും ഈ അന്ത്യനാളുകളിൽ ജീവിക്കണമെന്ന്, ഒരു സഭയായിരിക്കുമ്പോൾ, ഒരു വ്യക്തിയായിരിക്കുമ്പോൾ എപ്രകാരം ദൈവത്തിന് കൊള്ളാവുന്ന മനുഷ്യനായി ജീവിക്കണമെന്നും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ, ആ എഴുതിയ കൂട്ടത്തിൽ 10-ാം അധ്യായം നമ്മൾ ആദ്യം മുതൽ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം ഒരു ചെറിയ 2-3 സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നു. അവർ എങ്ങനെ നടന്നു, എങ്ങനെ ജീവിച്ചു, ആരവരെ വഴി നടത്തി, അവർക്ക് എന്തൊക്കെ ലഭിച്ചു. എന്നാൽ അവരിൽ മിക്ക പേരിലും എന്താണ്, ദൈവം പ്രസാദിച്ചില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു. ഇപ്രകാരമാണ് വായിക്കുന്നത് 3-ാം വാക്യം മുതൽ. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ച്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. 5-ാമത്തെ വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുന്നു. ബട്ട് വിത്ത് മെനി ഓഫ് ദെം ഗോഡ് വാസ് നോട്ട് വെൽ പ്ലീസ്ഡ്. എങ്കിലും അവരിൽ കുറച്ചു പേരിലല്ല, അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന പേരിലല്ല, മെനി ഓഫ് ദെം, അല്ലെങ്കിൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കാരണങ്ങൾ എന്താണ് എന്ന് താഴെ നമ്മൾ വായിക്കുമ്പോൾ 1, 2, 3, 4, 5 കാരണങ്ങൾ അവിടെ പറയുന്നു. ഈ 5 കാരണങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് നാം സ്വർഗീയ കനാൻ ദേശത്തേക്കുള്ള യാത്ര തുടരുന്നെങ്കിൽ നമുക്കൊരിക്കലും, ഞാൻ മുൻപേ പറഞ്ഞ പോലെ, പൗലോസ് അപ്പോസ്തലൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നമുക്ക് എത്താൻ കഴിയത്തില്ല. ക്രിസ്തുവിനെ കാണുവാൻ തക്കണം കഴിയത്തില്ല, ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പാൻ തക്കണം കഴിയത്തില്ല. ഈ 5 കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 5 കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചാൽ ദൈവിക പ്രസാദം നമ്മളിൽ വരും എന്ന് കാണുവാൻ കഴിയും. ഈ 5 കാര്യങ്ങൾ ഇവളിൽ ഉണ്ടായത് കൊണ്ടാണ് ദൈവം മിക്കവരിലും പ്രസാദിക്കാതെ പോയത്. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? 6-ാമത്തെ വാക്യം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു.
അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ദുർമോഹം അല്ലെങ്കിൽ തൃപ്തിയില്ലായ്മ. നമുക്ക് ദൈവം നൽകിയതിൽ നമ്മൾ തൃപ്തിപ്പെടാതെ മറ്റുള്ളവൻ അതുണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഈ കാറുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെ ജീവിക്കുന്നു, എനിക്കത് വേണം, എനിക്കതുപോലെ ജീവിക്കണം എന്നുള്ള ആ ഒരു ദുർമോഹം, അത്യാഗ്രഹം പോലെ തൃപ്തിയില്ലാത്ത ഒരവസ്ഥ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നാം വെച്ച് പുലർത്തുന്നോ എന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അത് അപ്പാടെ മാറ്റിക്കളയുക. അവർ മോഹിച്ചതുപോലെ ഈ അന്ത്യനാളിൽ ജീവിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ ജനം എന്ന് അവകാശപ്പെടുന്ന നാം ദുർമോഹികൾ ആകാതിരിപ്പാൻ സൂക്ഷിക്കുക. വീണ്ടും 7-ാമത്തെ വാക്യം, അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, ദ്രവ്യാഗ്രഹത്തെ വിഗ്രഹാരാധനയോട് ഉപമിച്ചിരിക്കുന്നു. ഇന്ന് നാം കൂടുതൽ ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് നാം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്? ദൈവവും നാം തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തോടുമായിട്ട് നമ്മൾ വല്ല ബന്ധമുണ്ടോ നമ്മൾ ചിന്തിക്കുക. ദൈവത്തിന് പ്രയോറിറ്റി നൽകാതെ നമ്മുടെ ജീവിതത്തിൽ നാം ആർക്കാണോ മുൻഗണന, മുൻസ്ഥാനം, പ്രയോറിറ്റി നൽകുന്നത്, അതാണ് നമ്മുടെ വിഗ്രഹങ്ങൾ. ഇന്ന് ഭൂരിഭാഗം ആളുകളും മൊബൈൽ കാണുന്നു, മൊബൈൽ അഡിക്റ്റാണ്. അങ്ങനെ പല കാര്യങ്ങളിലും പല ആളുകൾ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവിക വചനം പഠിക്കുവാനോ ഒന്നിനും സമയമില്ല. നമ്മൾ മറ്റുള്ള വിഗ്രഹങ്ങളെ, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കുക എന്നല്ല, നമ്മുടെ ദൈവമായ യഹോവയെ മുൻസ്ഥാനം കൊടുക്കാതെ, ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കാതെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം നമ്മൾ എന്തിനെ കൊടുക്കുന്നോ, കൂടുതൽ ആരുമായിട്ട് ചെലവഴിക്കുന്നോ, അതാണ് നമ്മുടെ വിഗ്രഹം, അതാണ് നമ്മുടെ അന്യദൈവം. നമ്മൾ മനസ്സിലാക്കുക. അത് ചിലപ്പോൾ പണമാകാം, മൊബൈലാകാം, മറ്റു കാര്യങ്ങളാകാം. അതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അന്യ ദൈവം ആരാണ്, നിങ്ങളുടെ വിഗ്രഹങ്ങൾ ആരാണ് നിങ്ങൾക്കറിയാം. നമ്മൾ ചിന്തിക്കുക. ആ വിഗ്രഹാരാധികൾ ആകാതിരിപ്പാൻ സൂക്ഷിക്കുക. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 എന്നിവിടെ എഴുതിയിരിക്കുന്നു. നമ്പേഴ്സ് 25-ാം അധ്യായം 1 മുതൽ 18 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ 24,000 പേർ മരണപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നു. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് സെപ്പറേഷൻ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് വേർപാടിൻ്റെ അനുഭവത്തിൽ, വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കാനാണ്. എന്നാൽ നമ്മൾ മറ്റ് മതസ്ഥരുമായിട്ട് ജീവിക്കുമ്പോൾ സത്യത്തെ നമ്മൾ അറിയിക്കണം. പക്ഷേ അവരുടേതായ കാര്യാദികളെ പഠിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കാൻ തക്കണം പാടില്ല. പരസംഗത്തിൽ ഏർപ്പെടാതെ, പിശാചിൻ്റെ ഒരു തന്ത്രമാണ് അത്. നമ്മുടെ വിശുദ്ധിയെ പൂർണ്ണമായും മാറ്റിക്കളയുക എന്നുള്ളത്, ദൈവമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിപ്പിക്കുക എന്നുള്ളത്, അതാകാതെ നമ്മൾ സൂക്ഷിക്കുക. വീണ്ടും 4-ാമത്, ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കരുത്. ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കരുത്. 9-ാമത്തെ വാക്യം പറയുന്നത്, നാം കർത്താവിനെ പരീക്ഷിക്കരുത്. ദൈവത്തെ നമ്മൾ പരീക്ഷിക്കുവാനോ ഒന്നും പാടില്ല. ദൈവം ഇന്നത് നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിക്കുക. ചിലപ്പോൾ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ വന്നിരിക്കാം, തടസ്സമായി പല കാര്യങ്ങളും വന്നിരിക്കാം. പക്ഷെ നമ്മൾ ദൈവത്തോട് പരീക്ഷിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിൻ്റെയൊക്കെയും പര്യവസാനം ദൈവം നല്ലതിനാണ് വരുത്തുക എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുക. 5, അവരിൽ ചിലർ പിറുപിറുത്തത് പോലെ, പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നാമും പിറുപിറുക്കുവാൻ തൊക്കണം പാടില്ല. മർമറി, നമുക്കെല്ലാവർക്കും അതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ തക്കണം കഴിയുകയില്ല. അപ്പാടെ നമ്മൾ ഇത് പൂർണ്ണമായും മാറ്റുക. ഇതൊക്കെ നമുക്ക് നൽകിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് എഴുതിയിരിക്കുന്നു. അവരെ കണ്ട് നമ്മൾ മനസ്സിലാക്കുക. അവരിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കത് അവകാശമാക്കാൻ തൊക്കണം കഴിഞ്ഞില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ പ്രതിഫലത്തിലേക്ക് എത്തുക എന്നൊക്കെ കഴിയുകയില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കുമാറാവട്ടെ. 5 കാര്യങ്ങൾ നമ്മളെ ഓർമ്മയിൽ
എപ്പോഴും ഉണ്ടായിരിക്കുക. ഇന്ന് എന്നെ കേട്ട എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും നിങ്ങൾക്കുണ്ടാകുമാറായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കൊണ്ട് പോകുന്നു അതിന്മേലൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ ഇന്ന് പകൽക്കാലം ഓർമ്മിപ്പിച്ച ആ 5 കാര്യങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ആ ഇസ്രായേൽ ജനതയ്ക്ക് വന്ന് ഭവിച്ച കാര്യങ്ങൾ അടിയങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാതിരിപ്പാൻ തക്കണം അടിയങ്ങൾ ഇതൊക്കെയും മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ അപ്പാടെ അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിച്ചുകൊണ്ട് നിർമ്മല ഹൃദയത്തിനുടമയായി ജീവിപ്പാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കണം. അടിയനെ കേട്ട എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അവർക്കുള്ള എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കുമായി നന്ദിയോട് ശ്രദ്ധിക്കുന്നു. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, വിശ്വസ്തയോടെ ജീവിപ്പാൻ തക്കണം സഹായിക്കണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറട്ടെ. ഹാവ് എ നൈസ് ഡേ. ആമേൻ.